കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ ആനക്കാമ്പയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണം പുരോഗമിക്കുന്നു. പാതയുടെ നിർണായക ഘട്ടമായ പാറ പൊട്ടിക്കൽ വെള്ളിയാഴ്ച ആരംഭിക്കും. രാവിലെ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. ആനക്കാമ്പയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർണായക ഘട്ടങ്ങളിലൊന്നായ പാറ പൊട്ടിക്കലാണ് വെള്ളിയാഴ്ച ആരംഭിക്കുന്നത്. രാവിലെ 11 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. അപകട സാധ്യത മുൻനിർത്തി കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് അധികൃതർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. മാധ്യമപ്രവർത്തകർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 100 പേർക്ക് മാത്രമാണ് സ്ഥലത്തേക്ക് പ്രവേശനമുള്ളൂ. ഈ ആളുകളുടെ തന്നെ പ്രവേശനം പാസ് മൂലം നിയന്ത്രിച്ചിട്ടുണ്ട്. ബാക്കി മുഴുവൻ ആളുകൾക്കും പാറ പൊട്ടിക്കൽ, അനുബന്ധ പരിപാടികൾ എന്നിവ കാണുന്നതിന് ആനക്കാമ്പയിൽ സ്കൂളിൽ സൗകര്യമൊരുക്കിയിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. തുരങ്കപാതയുടെ ഫസ്റ്റ് ബ്ലാസ്റ്റിങ്ങിൻ്റെ ഉദ്ഘാടന കർമ്മം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് മുത്തപ്പമ്പുഴ മറിപ്പുഴയിലെത്തി ഈ 6-ാം തീയതി രാവിലെ 11 മണിക്ക് നിർവഹിക്കുകയാണ്. ഫസ്റ്റ് ബ്ലാസ്റ്റിംഗ് എന്നത് നിയന്ത്രിതമായി ചെയ്യേണ്ടുന്ന ഒരു കാര്യമായതുകൊണ്ട് ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ ഈ പദ്ധതിയുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കപ്പെടുന്ന മറിപ്പുഴ പദ്ധതി പ്രദേശത്തേക്ക് പ്രവേശിക്കുന്നു. അത് മുൻകൂട്ടി പാസ് ഇഷ്യൂ ചെയ്ത ഇൻവൈറ്റീസ് ഇട്ടുള്ള ആളുകൾ മാത്രമാണ് അവിടെ പ്രസ്തുത ചടങ്ങിൻ്റെ ഭാഗമായി പ്രസ്തുത സ്ഥലത്ത് 100 പേരോളം പങ്കെടുക്കുന്ന ഒരു ചടങ്ങാക്കിയിട്ടാണ് അവിടെ നിർവഹിക്കുന്നത്. അതോടൊപ്പം ഈ പരിപാടി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ലൈവ് സ്ട്രീമിംഗ് ആയി നമ്മുടെ മുത്തപ്പമ്പുഴ മുത്തപ്പമ്പുഴ LP സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ ആളുകൾക്ക് ഇരുന്ന് കാര്യങ്ങൾ കാണാനുള്ള ഒരു വേദി മുത്തപ്പമ്പുഴ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നിയന്ത്രിതമായ പരിപാടി ആയതുകൊണ്ട്, കൃത്യമായ കർശനമായ നിയന്ത്രണങ്ങളോടുകൂടി നടത്തേണ്ടുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി കാണുകയും ഗൗരവത്തോടു കൂടി അതിൻ്റെ ഭാഗമായി അറ്റൻഡ് ചെയ്യണമെന്ന് ആദ്യമേ തന്നെ അഭ്യർത്ഥിക്കുകയാണ്. തുരങ്കപാതയ്ക്ക് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ സ്റ്റേജ് 2 ക്ലിയറൻസ് ലഭ്യമായത് കഴിഞ്ഞ ആഴ്ചയാണ്. ഇതോടെ തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട മുഴുവൻ അനുമതിയും ലഭ്യമായിട്ടുണ്ട്. നിലവിൽ ആനക്കാമ്പയിൽ ഭാഗത്ത് സമീപന റോഡ് പ്രവൃത്തി ഏകദേശം പൂർത്തിയായി. മേപ്പാടി ഭാഗത്ത് പ്രവൃത്തി പുരോഗമിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലെ പാലം പ്രവൃത്തിയും പുരോഗമിക്കുന്നു. പാറ തുളയ്ക്കുന്നതിനുള്ള ഭീമൻ യന്ത്രം നേരത്തെ എത്തിയിരുന്നു. സാൻവിക് കമ്പനിയുടെ സർഫസ് ടോപ്പ് ഹാമർ ഡ്രിൽ റിഗർ എന്നുപേരുള്ള ഭീമൻ യന്ത്രമാണ് എത്തിയത്. തുരങ്കപാത നിർമ്മിക്കുമ്പോൾ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് പാറ പൊട്ടിക്കുന്നതിന് കൃത്യമായി ദ്വാരങ്ങളുണ്ടാക്കുകയാണ് യന്ത്രങ്ങളുടെ ദൗത്യം. ഋഷികേശിൽ നിന്ന് റോഡ് മാർഗമാണ് യന്ത്രങ്ങൾ എത്തിയത്. തുരങ്കപാത യാഥാർത്ഥ്യമാവുന്നതോടെ മലബാറിലെ തന്നെ വികസന കുതിപ്പിനാകും നാഴികക്കല്ലാവുക. കഴിഞ്ഞ ഓഗസ്റ്റ് 31 ആനക്കാമ്പൊയിലിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തത്. ആനക്കാമ്പൊയിലിൽ നിന്ന് കേവലം 22 കിലോമീറ്റർ കൊണ്ട് മേപ്പാടിയിലെത്താനാവും. 4 വർഷം കൊണ്ട് പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. ഏതു കാലാവസ്ഥയിലും സുഗമമായ സഞ്ചാരമാർഗമെന്നതാണ് പാതയുടെ സവിശേഷത. താമരശ്ശേരി ചുരത്തിൻ്റെ ബദലായാണ് 4 വരി തുരങ്കപാത നിർമ്മിക്കുന്നത്. ചുരത്തിലെ സങ്കീർണമായ ഗതാഗത പ്രശ്നത്തിന് വലിയ അളവിൽ ആശ്വാസമാവുന്നതാണ് തുരങ്കപാത. ക്യാമറമാൻ റഫീഖ് തോട്ടുമുഖത്തിനൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത.